സമാധാനം ആഗ്രഹിച്ചവർക്ക് സന്തോഷം നൽകുന്ന കാഴ്ച ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളിൽ ഇന്നുണ്ട്. വെടിയൊച്ച നിലച്ചു, പലായനം ചെയ്ത മനുഷ്യർ മടങ്ങിയെത്തുന്നു. പക്ഷേ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കുന്നതിലും വാണിജ്യ സഹകരണത്തിലും വ്യോമപാത തുറന്നു നൽകുന്നതിലുമെല്ലാം ഇന്ത്യയും പാകിസ്ഥാനും ഇനിയും ധാരണയിലെത്താനുണ്ട്. അതിന് ആഴ്ചകളോ മാസങ്ങളോ എടുത്തേക്കും. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഇരു രാജ്യങ്ങളും തമ്മിൽ സൈനികതല ചർച്ച നടക്കുന്നുണ്ട്. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്ക ഇടപെട്ടു എന്ന് ആവർത്തിച്ച ഡൊണാൾഡ് ട്രംപ് കശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാമെന്ന വാഗ്ദാനവും നൽകുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ എതിർപ്പാണ് ഇക്കാര്യത്തിൽ ഉയർത്തുന്നത്. ഷിംല കരാർ ഉപേക്ഷിച്ചോ എന്നും മൂന്നാം കക്ഷി മധ്യസ്ഥതയ്ക്കുള്ള വാതിൽ തുറന്നിട്ടോ എന്നും കോൺഗ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ചോദിച്ചു. കശ്മീരിൽ മധ്യസ്ഥത വഹിക്കാൻ ട്രംപിന് ആരാണ് അനുമതി നൽകിയത് എന്ന് RJDയും ചോദിക്കുന്നു. Is it that the ceasefire is predicated upon talks between India and Pakistan on a broad range of issues? What are those issues? What does that range encompass? And what does the terminology neutral site mean? These are issues on which substantive clarity is required. അതിർത്തിയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ പ്രതിരോധ മന്ത്രിയും സൈനിക മേധാവികളും പങ്കെടുത്തു. വൈകിട്ട് പ്രതിരോധ മന്ത്രാലയം വാർത്താ സമ്മേളനം നടത്തും. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണ് നടന്നത് എന്ന് രാജ്യത്തോട് പറയാനായി പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഇന്ത്യൻ പ്രത്യാക്രമണം ഭയന്നാണ് പാകിസ്ഥാൻ വെടിനിർത്തലിന് വേണ്ടി ശ്രമങ്ങൾ നടത്തിയത് എന്ന് BJP അവകാശപ്പെട്ടു. ഭീകരതയ്ക്ക് ശക്തമായ മറുപടി നൽകാനായി എന്ന് കോൺഗ്രസ് MP ശശി തരൂർ ചൂണ്ടിക്കാട്ടി. 1971 ഇന്ദിരാഗാന്ധി കാണിച്ച ആർജവം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണിച്ചില്ല എന്ന് വലിയ അഭിപ്രായ പ്രകടനം പൊതുവെ ഉയരുന്നുണ്ട്. എന്നാൽ 71ലെയും 2025ലെയും സാഹചര്യങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് ശശി തരൂർ അഭിപ്രായപ്പെട്ടു. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.